പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ, തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തൻഹിതം പോ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തൻഹിതം പോ. എന്നുള്ളം നിന്നില ആഴമാം വിശ്വാസത്താ ചേരുന്നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ചേരുന്നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ഗാനങ്ങൾ കേൾക്കുവാൻ സർവശക്തൻ സഹായിച്ചല്ലോ. അല്പനിമിഷം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആമേൻ. ആ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 39 അധ്യായം അതിൻ്റെ 3 വാക്യം ഇങ്ങനെ വായിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് ചില ദിവസങ്ങൾ അവനൊന്നും ഉരിയാടാതെ മൗനമായിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. തൻ്റെ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഏറ്റവും ദുഃഖിതനായി തൻ്റെ ജീവിതത്തിൽ ചില മണിക്കൂറുകൾ, ചില ദിവസങ്ങൾ മാറിയിരുന്ന് കരയുവാനൊക്കെ ഇടയായി. എന്നാൽ ഈ പുസ്തകത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കുമ്പോൾ തന്നെ 39 സങ്കീർത്തനം, ആമേൻ, തൻ്റെ ജീവിതത്തിൽ ഒത്തിരി താൻ ദൈവത്തോട് അടുക്കുന്ന ഒരു സങ്കീർത്തനമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഹൃദയത്തിനകത്ത് ദാവീദിന്റെ ജീവിതത്തിൽ 1 വാക്യം പറയുന്നു: നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടരെൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു. ആമേൻ. നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ സങ്കടം പൊങ്ങി വന്നു. ആമേൻ. അപ്പോൾ തൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി തന്നെ ഈ ആത്മീയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ഒരുപാട്, ആമേൻ, പ്രയാസങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു. നമുക്കറിയാം, അവരുടെ ജീവിതത്തിനകത്ത്, ദാവീദിന്റെ ജീവിതത്തിനകത്ത് സ്വർഗം പല സമയങ്ങളിലും ഇറങ്ങി സംസാരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. ആമേൻ. നോക്കൂ, എന്നാൽ ഈ 38 അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 15 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവേ, നിങ്ങൾ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു,
എൻ്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരമരുളും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാവീദ് ഒരു മറുപടിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവഭക്തനെ, നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഒരു മറുപടിയല്ല കിട്ടാൻ പോകുന്നത്. നാളുകളായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഉദ്ദേശിക്കുന്ന വാർത്തകൾ നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്ന നിമിഷങ്ങൾ വിദൂരമല്ല. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നോക്കി, അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് ഒരു ഞാൻ ഇടറി വീഴാതിരിക്കുന്നു. സ്തോത്രം, ആമേൻ. എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. സ്തോത്രം, ആമേൻ. അപ്പൊ ഇടറി വീഴുമാറാകുന്നു. പക്ഷേ അവന്റെ മുമ്പിൽ എപ്പോഴും അവനെ ഒരു ദുഃഖം ഭരിക്കുകയാണ്. പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാം ദാവീദിന് പറയാൻ കഴിയും, സ്തോത്രം, ഞാൻ കുറച്ച് സമയം മിണ്ടാതിരിക്കാം. ബൈബിൾ പറയുന്നില്ലേ, നീ മിണ്ടാതിരുന്ന് ദൈവം എന്ത് ചെയ്യണം? അറിഞ്ഞുകൊള്ളണം. പലപ്പോഴും നമ്മെ തകർക്കാൻ ശത്രു പദ്ധതികൾ ഒരുക്കി, അവൻ അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി അവൻ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വായിൽ നിന്നൊന്ന് വീണ് കഴിഞ്ഞാൽ ഇതുവരെ ലഭിക്കേണ്ട സകല വാഴ്ത്തത്വങ്ങളും അവിടെ ക്ലോസ് ആകും. പ്രൈസ് ദി ലോർഡ്. അത് ശത്രുവിന് നല്ലവണ്ണം അറിയാം. അവൻ്റെ വായിൽ നിന്നൊന്ന് കിട്ടാൻ നോക്കിയിരിക്കുക. എന്നാൽ ഈ 39-ാം സങ്കീർത്തനത്തിൽ 12-ാമത്തെ വാക്യം പറയുന്നു, യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എൻ്റെ സകല, ആമേൻ, പ്രൈസ് ദി ലോർഡ്, പിതാക്കന്മാരെ പോലെ നിന്റെ സന്നിധിയിൽ അന്യായം, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അന്യോന്യം, ആമേൻ, ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന. അപ്പോ ദാവീദ് പറയുക, ഞാൻ ആരാണ്? അന്യനും പരദേശിയും ആകുന്നുവല്ലോ. അപ്പൊ നിന്റെ മുൻപിൽ ഞാൻ ഒരു അന്യനാണ് കർത്താവേ എന്ന് പറഞ്ഞ് ഒന്നുമില്ലാതായി പോകുന്നത് പോലെയുള്ള ചില അനുഭവങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷെ അവിടെ എല്ലാം, ഹല്ലേലൂയ, ദാവീദ്, ആമേൻ, ഒന്ന് പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. ആമേൻ. ഹൃദയമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അത് നിശ്ചലമായി കഴിഞ്ഞാൽ സകല അവയവങ്ങളും നിശ്ചലമാകും. ഹൃദയത്തിലേക്ക് ഭാരങ്ങൾ കയറിയാൽ ഹൃദയം നിയന്ത്രിക്കുന്ന സകല ഗ്രന്ഥികളും സകല രക്തക്കുഴലുകളും സകല പദ്ധതികളും മുടക്കും. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അപ്പോൾ ദാവീദിനറിയാം എവിടെയാണ് തകരാറ് സംഭവിച്ചത്. ഇന്ന് എന്നോട്, ആമേൻ, ഞാൻ ആത്മാവിൽ ചില ആലോചന കൈമാറുകയാണ്. അഭിഷത്തയെ നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നം നേരിടുന്നത് അവിടെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ചില, ആമേൻ, സമയങ്ങൾ മിണ്ടാതിരിക്കേണ്ടി വരും, മൗനമായിരിക്കേണ്ടി വരും. ആമേൻ. കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്ന ജനസമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് ഇവിടെ, ആമേൻ, ദാവീദ് പറഞ്ഞത്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ. ആമേൻ. പലപ്പോഴും നമ്മെ ആർക്കും വേണ്ടാത്തതുപോലെ അല്ലേ? എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ, കർത്താവിൻ്റെ മുൻപിൽ ദാവീദിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവമേ, നീ എന്നെ, ആമേൻ, ഒരു ആടിനെ മേയ്ക്കുന്നവനായിരുന്നെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ, ആമേൻ, അവിടെ ഇരുന്നും നിന്നെ സ്തുതിക്കും. നിന്നെ ഞാൻ അവിടെ ഇരുന്നും ആരാധിക്കുന്ന ഒരു വ്യക്തിയാ. പക്ഷേ ഇന്ന് പകലിലും നീ എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണമേ കർത്താവേ എന്ന് പറഞ്ഞ് ദാവീദ് ദൈവത്തിൽ നെടുമ്പാടെ വീഴുകയാ. നോക്കിക്കേ,
4-ാമത്തെ വാക്യം പറയുന്നു, യഹോവേ എൻ്റെ സ്തോത്രം, അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ആമേൻ. ഞാൻ എത്ര ക്ഷമിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആയുസ്സിനെ ഒന്ന് അറിയിക്കണമേ എന്ന് ദാവീദ് ദൈവത്തോട് പറയുക. കർത്താവ്, നിന്റെ ആയുസ്, നീ എനിക്ക് തരുന്ന ആയുസ് എത്രയാണെന്ന് നീ എന്നോടൊന്ന് പറയണം. നോക്കിക്കേ, അപ്പോഴാ ദൈവം പറഞ്ഞത്, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമെത്രേ. അവൻ തന്നെ പറയുക, ഏതു മനുഷ്യനും നിന്റെ മുമ്പിൽ ഉറച്ചൊന്ന് ചവിട്ടി നിന്നാൽ ഒറ്റ ശ്വാസം. അതിനപ്പുറം ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന് ദാവീദ് പൂർണ്ണമായി വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഇന്ന് പകലിൽ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിന് നിയോഗപ്രകാരമായിരിക്കാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം നമുക്കൊരായുസിൻ്റെ ഒരു ദിനം കൂടെ തന്നിരിക്കുക. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അപ്പാ, ജനത്തെ പുനരുദ്ധത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവയുടെ ആമേൻ. കർത്താവേ, ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കുമാറാകണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങോട്ടൊന്ന് അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.